ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റിയ കറികളുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ഒഴിച്ചുകൂട്ടാനും ഒരു ഉപ്പേരിയും. അപ്പോൾ ഒരു ലഞ്ച് വ്ലോഗ് പോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുമ്പളങ്ങയും മാങ്ങയും കൂടി തേങ്ങ അരച്ച കറിയുമുണ്ട്, അതുപോലെ കോവയ്ക്ക വറുത്തതുമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആഷ് ഗാർഡ് ആണ് കേട്ടോ സംഭവം. അതിലേക്ക് മാങ്ങ എടുക്കുക. മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെനച്ച ടൈപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ മധുരം ഉണ്ടാവും, നല്ല പുളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നമ്മളൊരു കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചട്ടിയിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാവുമ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു 2 വിസിലിട്ടോ കുക്കറിൽ. ഇനി ഇതായി വരുന്ന നേരം കൊണ്ട് നമുക്ക് കോവയ്ക്ക വറുക്കണമെന്ന് പറഞ്ഞല്ലോ, അതിലേക്കുള്ള കോവയ്ക്ക അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് റൗണ്ടായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ മുഴുവനായിട്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി എടുത്തത് നമ്മുടെ കുമ്പളങ്ങ കറിയിലേക്കാണ്. ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത്തിരി കുറുകിയ ടൈപ്പ് തന്നെ ഇതിരിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അതുപോലെ മാങ്ങ പുളിയുള്ളതല്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും ഉള്ളിയും കൂടി താളിച്ചിടാം. അതുപോലെ ഉപ്പ് നോക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ മാങ്ങ ഇത് ഇച്ചിരി മധുരമുള്ള മാങ്ങയാണ്, ചെനച്ചതാണല്ലോ. ഇനി അത് മധുരം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് ഒഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് കോവയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പണിയില്ല ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ. ഇത് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. കോവക്ക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. 2 മിനിറ്റ് അടച്ച് വെക്കുക, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് ഒരു 1/4 വേവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലി ആട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില്ലി പൗഡറിനെക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് ക്രഷ്ഡ് ചില്ലി തന്നെ കേട്ടോ, ചതച്ച മുളക്. അതൊന്നും ചെയ്യാത്തവർ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് റെസിപ്പി എന്ന് പറയുന്നത്. ഇതുപോലുള്ള നാടൻ കറികളുടെ റെസിപ്പീസ് ഇനിയും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക്